Hello, we are live. So, good morning, good afternoon, good evening to everyone that's joining from all around the globe and who will also be watching this replay. So, we are here yet with yet another live session with some of our business coaches and business mentors. ഇന്ന് ഞങ്ങൾ മലയാളത്തിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ബട്ട് ഇൻ ബിറ്റ്വീൻ ഇറ്റ് വിൽ ബി ഇംഗ്ലീഷ് as well. We have Dr. Susie joining us. She's basically settled in UK, but today she's joining from Kerala. And Remya and myself, we're joining from Melbourne, Manila, and Vanaja Chechi from Queensland. So we have a mix of Australia and India come UK. Okay. So it's always a pleasure to be here, like discussing about this business because we come every week discussing some of the questions that people have, some of the fears that people have, and our experiences about this business and how we jumped into this business and all that. Okay. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു ഇതാണ്, ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. ഓക്കെ. അങ്ങനെ നമുക്ക് പല വിധത്തിൽ നമ്മളെല്ലാം ഇവിടെ വെസ്റ്റേൺ കൺട്രീസിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ ജോലികളോ ലൈക്ക് വി ഹാവ് എ പ്രൊഫഷൻ ആൻഡ് അങ്ങനെ നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നത്. ഓക്കെ. ബട്ട് കമ്മിങ് ഹിയർ നമ്മൾ അഡൽട്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ കേൾക്കുന്നതും ആൻഡ് ടു ബി ഫ്രാങ്ക്, നമ്മുടെ ജസ്റ്റ് ഒരു സാലറി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ദീസ് ഡേയ്സ്, അല്ലേ? അപ്പം രമ്യയോട് ചോദിക്കാനുള്ളത്, വൈ ഡു വി നീഡ് ദാറ്റ് എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം? ഹാവ് യു എവർ why did you even think, have you ever thought about having an extra stream of income? What are some of the ways that you can have this multiple streams of income? Okay. Over to you, Thank Rania. you, You can Chi. Yeah. yeah. Okay. Yeah. Thank you, Chichi. First of all, thank you for inviting me for this live. My name is Ramya. എൻ്റെ പേര് രമ്യ. ഞാൻ ഒരു രജിസ്റ്റേർഡ് നഴ്സാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ വർക്ക് ചെയ്യുന്നു. At the same time, I am doing an online business which is successfully running. So the question is, why do we have a plan B or an extra income in our life? I would like to ask you a question to those who are watching this live. Is your job secure? നമ്മുടെ ജോബ് സെക്യൂർ ആണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, റൈറ്റ്? ഈ നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻ വന്നു, നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നു, നമുക്ക് ജോബിന് പോകാൻ പറ്റത്തില്ല, അല്ലേ? ഈ ഒരു നെക്സ്റ്റ് ഒരു സെക്കൻഡ് ജോബ് എന്ന് പറയുന്നത് പലതരത്തിലാവാം. നമുക്ക് ട്രഡീഷണൽ ബിസിനസിനെ നോക്കാം, ലൈക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സലൂൺ സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഡിഫറൻസ് ഫ്രം ദ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത്, ബാക്കി എല്ലാ ട്രഡീഷണൽ ബിസിനസ്സിലും ഫിസിക്കലി നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? മാത്രമല്ല, നമ്മുടെ ഒരു ഇപ്പൊ 9 to 5 വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരു നേഴ്സാണ്, എനിക്ക് ഒരു ജോലിയുണ്ട്, നല്ല ഇൻകം ഉണ്ട്, ശരിയാണ്. പക്ഷെ എനിക്കറിയില്ല ഇപ്പൊ നെക്സ്റ്റ് ഡേ വാട്ട് വിൽ ഹാപ്പൻ ടു മീ. എനിക്ക് ഒരു ലോങ് ലീവ് എടുക്കേണ്ട അവസ്ഥ വന്നു, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, എനിക്കൊരു ലീവ് എടുക്കേണ്ടി വന്നു. നമ്മളിവിടെ സ്റ്റക്കാണ്, അല്ലെ? നമ്മുടെ ലൈഫ് ഇവിടെ സ്റ്റക്ക് ആവാണ്. അത് മാത്രമല്ല, നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒരിക്കലും കുറയുന്നില്ല, അത് കൂടുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ ഓൺ എക്സ്പീരിയൻസ്, ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, ഞങ്ങളുടെ കുഞ്ഞ്, അവന് ഇപ്പം 3.5 years ആയി. ബട്ട് ഹി വാസ് ബോൺ അറ്റ് 25 weeks. 6 months ഉണ്ടായത്. ഒരു നീണ്ട ഹോസ്പിറ്റൽ ജീവിതമായിരുന്നു. 4 months ഹോസ്പിറ്റലായിരുന്നു. നെക്സ്റ്റ് ഒരു 3 months വീട്ടിൽ ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഒരു 1.5 years എനിക്ക് ലീവ് എടുത്തിരിക്കേണ്ടി വന്നു. ആ സമയത്ത് നമുക്ക് നോ ഇൻകം, എനിക്ക് ഇൻകം ഇല്ല. 6 months മറ്റേ ലീവ് കിട്ടി, സാലറി കിട്ടി, പക്ഷെ അത് ഹാഫ് ഓഫ് ദ നോർമൽ ഇൻകം ആണ്. അത് വെച്ച് ഹസ്ബൻഡിന്റെ മാത്രം ഇൻകം ആ സമയത്ത്, അതും കോവിഡ് ടൈമിൽ, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അന്നാണ് ഞാനൊരു പ്ലാൻ ബിനെ പറ്റി, ഒരു സൈഡ് ഹസലിനെ പറ്റി ആലോചിക്കുന്നത് തന്നെ. കാരണം നമ്മുടെ ലൈഫ് ഇവിടെ സ്റ്റക്ക് ആവാണ്. നമുക്കറിയില്ല, നമ്മൾ വേറൊരു കൺട്രിയിലാണ്, വീക്ക്ലി റെന്റ് പോകുന്നു, യൂട്ടിലിറ്റി ബിൽസ് പോകുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള ബാക്കപ്പ് ഉണ്ടായിരുന്ന എല്ലാം അതുവഴി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അന്ന് ഡിസൈഡ് ചെയ്താണ് ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല.
അതുകൊണ്ടാണ് ഞാനൊരു പ്ലാൻ ബിനെ പറ്റി ചിന്തിച്ചത്. ഒത്തിരി ട്രഡീഷണൽ ബിസിനസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. പക്ഷെ ഈ സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോയി ഫിസിക്കലി അവിടെ അവൈലബിൾ ആവാൻ പറ്റത്തില്ല. സോ അങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് കണ്ടക്ട് ചെയ്തത്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ആണ്. നമുക്ക് വർക്ക് ഫ്രം ഹോം, വി ക്യാൻ വർക്ക് വെൻ വി ആർ സ്പെൻഡിങ് ടൈം വിത്ത് അവർ ഫാമിലി. അതാണ് ഒരു ബ്യൂട്ടി ഓഫ് ദിസ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് ആയിട്ട് ലൈക്ക് ആസ് എ പെൻഷൻ നമുക്ക് ഫിക്സ്ഡ് എമൗണ്ട് കിട്ടുവാണ്. വേറെ ഒരു ബിസിനസ്സും, ഒരു ട്രഡീഷണൽ ബിസിനസ്സും നമുക്ക് ഇങ്ങനെ ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്ട്രാ ഇൻകം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ളതും ഒരു സൈഡ് ഹസിൽ ഒരു പ്ലാൻ ബി വേണം എന്നുള്ളത് ഞാൻ പറയുന്നത്. കാരണം വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഇൻ അവർ ലൈഫ്. രമ്യ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അവർ ലൈഫ് ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ അല്ലേ. നമ്മൾ വിചാരിക്കും ഇപ്പം എനിക്കൊരു ജോലിയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്, ലൈക്ക് എവറിത്തിങ് ഈസ് വെരി കംഫർട്ടബിൾ. അങ്ങനെ നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ കൂടെ പോയിരുന്ന ആൾക്കാരല്ലേ. എനിക്കറിയാം മിക്കവരും ഇവിടെ വന്നേക്കുന്നവർ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാം. ബട്ട് ചിലപ്പോൾ നമുക്ക് അത്ര ബാഡ് അനുഭവങ്ങളായിരുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇതിലോട്ട് ചാടി കയറിയവരുണ്ടാവും. പക്ഷെ ഞാൻ ഓർക്കും, ഞാൻ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ കരിയറിൽ പോവുമായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് നോട്ട് ഹാവ് ഈവൻ ലുക്ഡ് ഇൻ ടു ഇറ്റ്. കാരണം ഞാൻ ഓർക്കുക, എല്ലാവരും പറയും ഈ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ പല പ്രാവശ്യം കണ്ടു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഒരിക്കലും കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം ഞാൻ ആക്ഷൻ എടുത്തിട്ടുള്ളൂ. മേ ബി ഐ മസ്റ്റ് ഹാവ് സീൻ ഇറ്റ് സോ മെനി ടൈംസ്. ഞാൻ അത്രയും എൻ്റെ കരിയറിൽ കംഫർട്ട് ആയതുകൊണ്ട് മേ ബി ഐ ജസ്റ്റ് ഇഗ്നോർഡ് ഇറ്റ്. അപ്പം ഞാൻ ഓർക്കും, ദൈവം ഞാൻ മാത്രം ഇങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒറ്റ ഇതിന് ചാടി കയറിയെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ അതാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ലോ പോയിന്റിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇരിക്കുമ്പോൾ, കാരണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ എ ക്വിക്ക് റിച്ച് സ്കീം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം നമ്മൾ ഈ ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ ക്വിക്ക് റിച്ച് സ്കീം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ. സോ ഇറ്റ് ഈസ് ഗുഡ് ടു ബിൽഡ് ഇറ്റ് അലോങ് വിത്ത് യുവർ കരിയർ ഇറ്റ് സെൽഫ്. ഓക്കെ, നമുക്കൊരു സ്ട്രീം ഓഫ് ഇൻകം, നമ്മുടെ മെയിൻ ഇൻകം സോഴ്സ് ആണ് നമ്മുടെ സാലറി എന്ന് പറയുന്നത്. പക്ഷെ അതോടുകൂടി തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ബിൽഡ് ദോസ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, അതിപ്പം ഒരു ബിസിനസ് ആകാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആകാം, ഡിവിഡൻഡ് ഇൻകംസ് ആകാം, കോമ്പൗണ്ടിങ് ഇൻകം ആകാം, എന്ത് ലൈക്ക് റിയൽ എസ്റ്റേറ്റ് ആകാം, എന്ത് വേണേലും ആകാം. പക്ഷെ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ഒരു സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ രമ്യ പറഞ്ഞ, ആൻഡ് രമ്യയുടെ കൊച്ചിനെ എനിക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഹോസ്പിറ്റലിലാണെങ്കിലും ഉണ്ടായി. എനിക്ക് അറിയത്തില്ലായിരുന്നു രമ്യ ഈ ബിസിനസ്സിലുണ്ടെന്നുള്ളത്. അപ്പം എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്. ഈവൻ ഞങ്ങളുടെ ടീമിലായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ഇത്. പക്ഷെ ചേച്ചിയുടെ കണ്ടപ്പോ നല്ല പരിചയം, പിന്നെ പേര് കേട്ടപ്പോഴാണ് ഓക്കെ നമ്മുടെ ടീമാണല്ലോ. രമ്യ എന്നോട് ചോദിച്ചു, ചേച്ചി നമ്മുടെ ടീമിലുള്ള, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന്. പിന്നെ എനിവേ ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വേറൊരു ഒരു രസമാണ് ശരിക്കും. എനിവേ, ഡോക്ടർ സൂസിയോടാണ് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്. യു ആർ എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മിക്കവരും നഴ്സിംഗിന്റെ ഡിഫറെന്റ് റോൾസ് ചെയ്യുന്നവരാണ്. Okay, as a doctor, why did you choose this business opportunity, like compared to other business opportunities out there? Yeah, thanks Pracy, ഇൻവിറ്റേഷന് നന്ദി. സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പറ്റി. സോ എൻ്റെ പേര് ഡോക്ടർ സൂസി ജേക്കബ്. ഞാൻ UK എൻ്റെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ്. ഞാൻ അവിടെ ഒരു ജനറൽ പ്രാക്ടീഷണറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ നാട്ടില്ല. ഒരു 1 വീക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് എൻ്റെ പേരൻസിന് വേണ്ടി ഞാൻ വന്നതാണ് കാണാൻ. എൻ്റെ ബ്രദർ വരുന്നുണ്ട് ഖത്തറിൽ നിന്ന്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിൻ ടു ബി എ ഫാമിലി ഗെറ്റ് ടുഗെദർ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ ഒരു ആഴ്ചയാണെങ്കിലും, ഇവിടെ UK ഇപ്പം മിഡ് ടേം, അപ്പം പിള്ളേർക്ക് ഒരാഴ്ച അവധിയാണ്, അതുകൊണ്ട് വന്നതേ ഉള്ളൂ.
And that's the thing, one of the benefits and perks of the business also. So the question is, ഞാൻ എന്തിനാ തുടങ്ങിയത് ആസ് എ ഡോക്ടർ? അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആ സാധാരണ എനിക്ക് ആൾക്കാർ ചോദിക്കുന്നത്. എനിക്ക് ശരിക്കും പ്രേസി പറഞ്ഞ മാതിരി എല്ലാവർക്കും അൺഫോർച്ചുനേറ്റ്ലി യൂഷ്വലി ആയിട്ട് നമ്മൾ കാണുന്ന ഒരു നെഗറ്റീവ് ഇവന്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. ഒരു പെയിൻ വന്ന് കാരണം ആ സമയത്തായിരിക്കും യൂഷ്വലി ആൾക്കാരെ ഓർക്കുന്ന, ഓ മൈ ഗോഡ്, ഒരു ജോലി മാത്രം വെച്ച് നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം. അപ്പം എനിക്കൊരു 2-3 ഇൻസ്റ്റൻസസ് പറ്റിയായിരുന്നു എനിക്ക് ഈ കൺക്ലൂഷൻ എത്താൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും കോവിഡ് ഫോർ എനി മെഡിക്കൽ പ്രൊഫഷണൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ്. ആ സമയം എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഷെഫ് ആയിരുന്നു ബൈ ബാക്ക്ഗ്രൗണ്ട്, ആൻഡ് ഹി വാസ് ചേഞ്ചിങ് ജോബ്സ്. അപ്പൊ ആ സമയത്ത് ജോബ്സ് മാറുന്ന സമയത്ത് ആ ലോക്ക്ഡൌണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് പുള്ളിയുടെ ക്ലയന്റ് പറഞ്ഞു, വി ഡോണ്ട് ലൈക്ക് യു ഗോയിങ് ബാക്ക് ഹോം ആൻഡ് ഓൾ, ബിക്കോസ് ഞാനൊരു ഡോക്ടർ അല്ലേ, സോ ദേ ആർ വെരി സ്കേർഡ്. അപ്പം ദേ വർ ലൈക്ക്, യു ഹാവ് ടു സ്റ്റേ വിത്ത് അസ്. അപ്പം ഞാൻ പിന്നെ ഓർത്തു, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യാൻ പോവുക, ലൈക്ക് വി work in partnership. നമുക്ക് എല്ലാവർക്കും അറിയാം, when you're abroad, like it's not just one person always doing everything. അപ്പം me and my husband, we support each other. അപ്പം എനിക്ക് മാത്രം like ഒരു സിംഗിൾ മോം ആയിട്ട് working 50 hours and all, അത് ഭയങ്കര പ്രയാസം. അപ്പം we had to make a choice. ഞാൻ പറഞ്ഞു, വേണ്ട, like my job secure, it's kind of like secure, അതുകൊണ്ട് I will do. അപ്പം 50 hours plus ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബിക്കോസ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫുൾ സാലറി, ആൻഡ് ഹി വാസ് ഏർണിംഗ് ആസ് മച്ച് ആസ് മീ. സോ ഒരു ഓവർനൈറ്റ് ഒരാളുടെ ഇൻകം കംപ്ലീറ്റ്ലി ആയിട്ട് പോയി. അതൊരു ഭയങ്കര ഷോക്കിംഗ് ആ. പിന്നെ താങ്ക്ഫുള്ളി ഞാൻ അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എങ്ങനെ നമ്മുടെ മോർഗേജ് ഉണ്ട്, വീട്ടു ചെലവുണ്ട്, ഹൗ ഐ വുഡ് ബി ഏബിൾ ടു മാനേജ്. ബട്ട് താങ്ക്ഫുള്ളി നമുക്ക് ഇതിൽ ചെലവില്ലായിരുന്നു, വെളിയിലൊന്നും പോകാനൊക്കത്തില്ലായിരുന്നല്ലോ. ബട്ട് യു ഡോണ്ട് നോ ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് അല്ലേ, ലൈക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. പക്ഷെ എന്നാലും ഐ വാസ് വർക്കിംഗ് ദാറ്റ് മെനി അവേഴ്സ്. ഭയങ്കര സ്ട്രെസ്ഫുൾ. കൂടെയുള്ള ഡോക്ടേഴ്സ് സുഖമില്ലാതെ വന്നു, ഒത്തിരി പേഷ്യൻസ് മരിച്ചു വന്നു, ലൈക്ക്, ആൻഡ് ദാറ്റ്സ് ഓൾ വെരി, നമ്മൾ ഓർക്കും ഓക്കെ ഇറ്റ് ഡസന്റ് എഫക്ട് അസ്, പക്ഷെ ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ ഇസ് ഇറ്റ് ഡസ് എഫക്ട് അസ്. ഞാനൊരു ദിവസം പോയി ഒരു 5 ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒരു ദിവസം പോയി കൊറോണറെ വിളിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് നടക്കുമ്പോൾ ലൈക്ക് ഇറ്റ്സ് വെരി വെരി സ്ട്രെസ്ഫുൾ ടൈം. അത് മാത്രമല്ല, ഐ തിങ്ക് വാട്ട് പുഷ്ഡ് മീ to the other side was my daughter. എൻ്റെ മോൾ ആ സമയം, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് മീ. ഞാനൊരു ഭയങ്കര ഇൻട്രോവേർട്ടഡ്. അപ്പൊ എനിക്ക് ഒരു പ്ലെയിനിലാണ് ഒരു 12 മണിക്കൂറൊക്കെ ആരോടും സംസാരിക്കുക, ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അവർക്ക് they make sure the person next to them സംസാരിക്കും അവരുടെ കൂടെ. അവരങ്ങനെയുള്ള ക്യാരക്ടർ. അപ്പം ഒരു എക്സ്ട്രോവേർട്ടഡ് ആൾക്കാർ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പിടിക്കുന്ന മാതിരിയായിരുന്നു. അപ്പൊ എന്റെ ഡോട്ടറിന്റെ മെന്റൽ ഹെൽത്ത് വാസ് ലൈക്ക്, പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാ. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പം ഭയങ്കര ദേഷ്യമാണ്. ലൈക്ക് ആ വർക്ക് സ്ട്രെസ് വീട്ടിൽ വരുമ്പം എന്റെ ഹസ്ബൻഡിനോട് ദേഷ്യമാ. ആൻഡ് സിലി തിങ്സ്, വൈ ഇസ് ദാറ്റ് പ്ലേറ്റ് ദെയർ, ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്, സിലി തിങ്സ്. അപ്പം she wanted to talk to me and I was not in the mental frame to actually have a conversation with her. One day she just broke down and എന്നെ പറഞ്ഞു, അമ്മ വീട്ടിലുള്ളതും വീട്ടിൽ ഇല്ലാത്തതും ഒരുപോലെയാ. അതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. അപ്പൊ എനിക്ക് ഓർത്തു, എൻ്റെ ദൈവമേ, for a girl to actually tell that to your mother എന്ന് പറഞ്ഞാൽ, അപ്പം how burdened her heart should have been. അപ്പൊ I stopped there. I kind of stopped and reflected. ഞാൻ അപ്പൊ ഓർത്തു, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹർ മെന്റൽ ഹെൽത്ത്. പക്ഷെ അപ്പം I was like, I had to make a choice. നമുക്ക് കരിയർ ഫോക്കസ് ചെയ്യണോ അല്ലെ വീട്ടിലെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണോ? കരിയർ ഫോക്കസ് ചെയ്തില്ല എങ്ങനെയാ നമ്മൾ ബിൽസ് പേ ചെയ്യുന്നത്? അത് മുഴുവൻ ഒരു വേൾവിൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. തല കറങ്ങുമായിരുന്നു എനിക്ക് ആ സമയത്ത്. ലൈക്ക് ഒരു ഡെസ്പറേഷൻ, ഒരു ഭയങ്കര ഡെസ്പറേറ്റ് മൂമെന്റ് ആയിരുന്നു ആ സമയത്ത്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഹാഡ് ടു ചൂസ് മൈ ഡോട്ടർ. പക്ഷെ അത് ചൂസ് ചെയ്തപ്പം you need the money. Everyone needs money. ആ സിറ്റുവേഷൻ വന്നപ്പം ഞാൻ പിന്നെ ലൈക്ക് സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് അതർ തിങ്സ് ആൻഡ് ഐ ട്രൈഡ് ഡിഫറെന്റ് തിങ്സ്. ഈ ബിസിനസ്സിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പ്രോപ്പർട്ടി ട്രൈ ചെയ്തു. ഐ വാസ് ഇൻ ക്രിപ്റ്റോ, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഷെയർസും ഒക്കെ എല്ലാം ഞാൻ നോക്കിയതാ. പക്ഷെ എനിക്ക് my dad also does, he's an ex-banker, so he also does like shares and stuff like that. പക്ഷെ he sells and he's fully retired man. അപ്പം പുള്ളി മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒക്കെ ഡീൽസ് ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെ.
I didn't have the time to do anything like that because ഞാൻ ജോലി ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് ബിക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ടൈംസ്. ലൈക്ക് ഈവൻ പ്രോപ്പർട്ടി ഡീൽസ്, ഞാൻ ഒത്തിരി പ്രോപ്പർട്ടി ഡീൽസ് ഒക്കെ ചെയ്തതാ. അപ്പം യുനോ അവരുടെ വർക്കിംഗ് അവേഴ്സ്, ഈ ഇവിടെ എസ്റ്റേറ്റ് ഏജൻസ് അവരെ പറയുന്ന റിയൽറ്റേഴ്സ്, അപ്പൊ അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 തൊട്ട് 5 മണി വരെ. ആ സമയം ഒരു GP ജോലി ചെയ്യും. സോ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പൊ ഞാൻ എന്റെ ആനുവൽ ലീവ് എടുത്തിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. So it was ridiculous, അല്ലേ? And then എനിക്കൊരു പിന്നെയും സ്ട്രെസ്ഫുൾ ആയി ബിക്കോസ് എനിക്കൊരു തേർഡ് ഫോർത്ത് ജോലി ആയിട്ടിരുന്നു. I was getting money, but then I was also getting money as a doctor. Then I was like, this is not working smart. പിന്നെ ക്രിപ്റ്റോ ഒരു ഗാംബ്ലിംഗ് മാതിരി എനിക്ക് തോന്നിയത്. You make money, you lose money. So I was like, it wasn't like my cup of tea really. അപ്പോൾ ഞാൻ ഓർത്തു ആ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത്. And I explored it. പിന്നെ ഞാൻ എനിക്ക് അതിന് മുമ്പ് ഒത്തിരി മെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഈ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്തു വാസ് ഫാർ ബെറ്റർ ദാൻ ഓൾ ദ മെന്റർഷിപ്പ് കോഴ്സസ് ഐ ഡിഡ്. അങ്ങനെ എൻ്റെ ഈ പെർട്ടിക്കുലർ ജേർണി തുടങ്ങിയത് ജൂൺ അവസാനം ആവുമ്പോൾ ഇറ്റ് ബി 3 years into the business. So I'm almost 3 years in a month's time. And it's been the best decision ever for me. It's been absolutely wonderful. My life has changed. I'm now only from 50 hours, I'm working only 28 hours. My husband's completely retired. He does actually full-time ministry. He's now here in India doing ministry work and things like that. Our life has completely changed. Okay, that's so amazing to hear, Dr. Susie. എനിക്കത് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റി. It was really heart touching. Like every time I talk to you, I feel that because ഇപ്പം രമ്യയ്ക്കും അറിയാം, ഞാനൊരു പീഡിയാട്രിക് ICUയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. Like I've seen so many children, like coming with their ups and downs, very tragic moments. അപ്പം ഞാനത് കണ്ട്, that was one of the point, like where I thought, okay, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ കുഞ്ഞുങ്ങളാകാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ച ഒരു വ്യക്തി. സോ ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു ദാറ്റ്, ലൈക്ക് ബിക്കോസ് എനിക്ക് ആ ഒരു സെയിം ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അഫ്കോഴ്സ് എൻ്റെ പിള്ളേർ ആ ഒരു സ്റ്റേജിലല്ലായിരുന്നു, ദേ വർ സ്റ്റിൽ യങ്, ബട്ട് അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് വരരുതെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ആൻഡ് ദാറ്റ് ഗിൽറ്റ്, മം ഗിൽറ്റ് ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ള ഒരു ഫീലിംഗിലാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് എടുത്തു ചാടിയത്. അപ്പം I think everyone can relate to that, അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ everyone has a low point where we have started this business, but why wait for that, അല്ലേ? So ഇപ്പൊ നമ്മളെല്ലാം വർക്കിംഗ് പ്രൊഫഷണൽസ്, ആസ് ഡോക്ടർ സൂസി വാസ് ടെല്ലിങ്, നമുക്ക് നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ഓഫ് ഇൻകം ആണ് നമ്മുടെ സാലറീസ്. പക്ഷെ നമുക്ക് വേറെ ഒന്ന്, നമ്മൾ എപ്പോഴും നമ്മുടെ അവേഴ്സ് എല്ലാം നമുക്ക് കട്ട് ഡൗൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ലൈക്ക് ബിക്കോസ് വി ആർ ഓൾവേസ് ട്രേഡിങ് അവർ ടൈം ഫോർ മണി, അല്ലേ? നമുക്ക് അല്ലാതെ ഇപ്പം ഒരു നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്കറിയാം, ലൈക്ക് ഇഫ് വി ഗോ ഫോർ ഓവർ ടൈം, എക്സ്ട്രാ ഷിഫ്റ്റ്സ് എല്ലാം പിക്ക് ചെയ്താൽ വി ക്യാൻ ലീവ് എ ഡീസന്റ് ലൈഫ്, ബട്ട് decent life in the sense you can live a good standard of life, but the question is whether you have a quality of life, അല്ലേ? നമുക്ക് നമ്മൾ എൻജോയ് ചെയ്താണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മേ ബി നോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ഈ ബിസിനസ് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? വനജ ചേച്ചി, ഓവർ ടു യു. യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ടെൽ, ലൈക്ക്, ഹൗ ഇസ് ദിസ്, ഇസ് ഇറ്റ് എ പെർഫെക്റ്റ് ഫിറ്റ് ഫോർ യു, ബൈ ദ വേ, ആൻഡ് ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ്? Okay, thank you Tracy for inviting me to this live session first of all. So ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വനജ. ഞാൻ ഇവിടെ ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയിലാണ് കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. And now I'm a proud digital business owner and a business consultant as well. So coming to your question, Tracy, എന്താണ് ഈ ബിസിനസ് ഒരു എക്സലൻറ്റ് ഓപ്ഷൻ ആയിരുന്നു എൻ്റെ ലൈഫിൽ എന്നുള്ളതിന് തീർച്ചയായിട്ടും ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ്. എനിക്കത് നല്ല എന്താണ് പ്രൗഡായിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ബിസിനസ് നമ്മൾ ബിസി പ്രൊഫഷണൽസിന് പറ്റിയ ഒരു ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാൻ ഈ ബിസിനസ്സിലോട്ട് ജോയിൻ ചെയ്തത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ട് ഈ നേഴ്സിംഗ് കരിയറിലുണ്ട്.
കുറേ നാൾ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഓസ്ട്രേലിയ കഴിഞ്ഞ 16 വർഷമായിട്ട് ഉണ്ട്. സോ ഓൾ ദീസ് ടൈം ലിറ്ററലി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്ക് സിമിലർ ആണ് അല്ലേ. നമുക്ക് ഷിഫ്റ്റ് വർക്ക്സ് ഉണ്ട്, അല്ലെങ്കിൽ ലോങ് അവേഴ്സ് ആയിരിക്കും. ഇപ്പം ഇവിടെ വന്നിട്ടാണെങ്കിലും കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ലോങ് അവേഴ്സ് ചെയ്യുന്നു. മെയിൻലി ഷിഫ്റ്റ് വർക്ക് നമുക്ക് എന്തുമാത്രം നമ്മുടെ ഹെൽത്തിനെയും മെന്റലി എല്ലാം എന്തുമാത്രം എഫക്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, ദാറ്റ് ഈസ് അനദർ തിങ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ കിടന്ന് നമ്മളിങ്ങനെ ഒരുമാതിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മോസ്റ്റ് ഡേയ്സ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് കോൺസ്റ്റന്റ്ലി റണ്ണിങ്. ആൻഡ് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ എനിക്ക് അധികം ഒട്ടും തന്നെ സമയമില്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെ ആസ് വി ആർ ഗെറ്റിംഗ് ഓൾ സം സോർട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. ഇപ്പം ഇതുപോലെ നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ലോങ് സ്റ്റാൻഡിങ് ജോബും എല്ലാം ആണ്, ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫീറ്റാണ് മെയിൻലി എഫക്ട് ചെയ്യുന്നത്, ഫീറ്റ്, നീസ്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഐ വാസ് ലിറ്ററലി ലുക്കിംഗ് ഫോർ സംതിങ് ദാറ്റ് ഐ ക്യാൻ വർക്ക് ഫ്രം ഹോം ഇൻസ്റ്റെഡ് ഓഫ് കാരണം ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓവർ ടൈമും എക്സ്ട്രാ ഷിഫ്റ്റ്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ലിറ്ററലി സം ഫോർട്ട് നൈറ്റ്സ് ഞാൻ ഒരു 90-100 അവേഴ്സ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം എന്നെ വളരെയധികം ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഐ തോട്ട് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഐ നീഡ് ടു ഫൈൻഡ് സംതിങ്. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കിയത്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നോക്കിയത്. സോ ഐ വാസ് ലിറ്ററലി ലുക്കിംഗ് ഫോർ സംതിങ് സിമ്പിൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നോക്കിയത്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ബി കോംപ്ലിക്കേറ്റഡ്. കാരണം ഓൾറെഡി ഞാൻ ഇതുപോലെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാനുള്ള താല്പര്യമില്ല. സംതിങ് സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ വിച്ച് ക്യാൻ ഗീവ് മീ മോർ ടൈം ഫ്രീഡം ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അതായിരുന്നു ഞാൻ നോക്കിയത്. അങ്ങനെയാണ് ഈ ബിസിനസ് ഞാൻ കണ്ടെത്തുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിറ്ററലി ഡിസൈൻ ഫോർ ബിസി പീപ്പിൾ ലൈക്ക് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നിപ്പോവും. കാരണം ഇതിനകത്ത് നമുക്ക് ടെക്നിക്കൽ സ്കിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ ആൾക്കാരുടെ പുറകെ നടന്ന് ബഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 24 hours നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ദോ വി ആർ ഡൂയിങ് അട്രാക്ഷൻ മാർക്കറ്റിംഗ് ത്രൂ സോഷ്യൽ മീഡിയ, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ 24 hours സിറ്റിംഗ് ഇൻ ദ സോഷ്യൽ മീഡിയ. കാരണം നമുക്കൊരു പ്രൂവൺ സിസ്റ്റം ഉണ്ട്, അത് ഓൾറെഡി ഇൻ പ്ലേസ്. ആൻഡ് അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്ങും കംപ്ലീറ്റ് മെൻറ്റർഷിപ്പോടും കൂടിയുള്ള സപ്പോർട്ടും ഗൈഡൻസും എല്ലാം തരുന്നുണ്ട്. സോ ആകെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടി വന്നത് ജസ്റ്റ് പ്ലഗ് ഇൻ ടു ദ സിസ്റ്റം ആൻഡ് ലേൺ അറ്റ് മൈ ഓൺ പേസ്. ഞാൻ ഈവൻ എൻ്റെ ഷിഫ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഓഫ് ഡേയ്സിലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രീ ടൈമിൽ ഈവൻ 20 minutes അല്ലെങ്കിൽ 30 minutes ഓഫ് പോക്കറ്റ്സ് ഓഫ് ടൈമാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ലിറ്ററലി ഹെൽപ്പിംഗ് മീ ടു ബിൽഡ് സംതിങ് meaningful. So slowly but surely I started seeing the impact, not just financially. എനിക്ക് എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പം ഓവർ ടൈംസോ അല്ലെങ്കിൽ എക്സ്ട്രാ ജോബിനോ പോകുന്നില്ല. ബിക്കോസ് ഐ ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. ദിസ് ബിസിനസ് വിൽ ഹെൽപ്പ് മീ ഡെഫിനറ്റ്ലി ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് പോയിന്റ്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ വി ആർ നോട്ട് അലോൺ. ലൈക്ക് വി ഹാവ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഹു ആർ ഓൾവേസ് ദെയർ ടു cheer us all the time. So ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഗ്ലോബലി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിലുള്ള ആൾക്കാരാണ് ഇപ്പം ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത്. നമ്മൾ ആരും പേഴ്സണലി നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല എങ്കിൽ പോലും വി ഓൾ ഫീൽ ലൈക്ക് വി ആർ എ ഫാമിലി. വി ആർ ഇൻ എ ജോയിൻറ്റ് ഫാമിലി ടുഗദർ. സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സർപ്രൈസ് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നെ പേഴ്സണലി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ഐ വാസ് ലൈക്ക് എ വെരി ഇൻട്രോവേർട്ടഡ് പേഴ്സൺ, ബട്ട് നൗ ഐ ഹാവ് ദ കറേജ് ഓർ ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ഫേസ് ലൈക്ക് ഈവൻ ഇതുപോലെ ഒരു ലൈവിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ആൻഡ്
ഞാൻ ഇപ്പം സോ മെനി അതർ ന്യൂ ടെക്നിക്കൽ സ്കിൽസ് ആസ് വെൽ. എനിക്ക് ടെക്നിക്കലി ഒന്നും തന്നെ അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി അതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ദാറ്റ് ടു ഇൻ ദിസ് സ്റ്റേജ് ഓഫ് മൈ ലൈഫ്. അതും കൂടെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു നല്ലൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. ആൻഡ് ഐ ഫീൽ സോ ഗുഡ് ടു ചാലഞ്ച് മൈസെൽഫ് ആൻഡ് സീ വാട്ട് ഐ എം കേപ്പബിൾ ഓഫ് ഔട്ട്സൈഡ് ഓഫ് മൈ നഴ്സിംഗ് റൂം. സോ നിങ്ങളെ പോലെ ആരെങ്കിലും ഇപ്പൊ എന്നെ പോലെയുള്ള ആരെങ്കിലും ഇതുപോലെ ഒരു ബിസി പ്രൊഫഷണൽസിന് പറ്റിയതാണോ ഇതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഐ വുഡ് ലവ് ടു സേ ദാറ്റ് ദിസ് ഈസ് പെർഫെക്റ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എനി വൺ ക്യാൻ യൂസ് ഇറ്റ്. സോ ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, എനി വൺ ക്യാൻ ഡു ദിസ്. ഇത് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഫ്ലെക്സിബിലിറ്റി തരുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് നമ്മളെ തന്നെ ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരവും എല്ലാം ആണ്. സോ I just want to remind that it is never too late to try something new. So if it worked for someone like me, it can absolutely work for you too. Back to you, Tracy. Vanaji Jechi, I was thinking about the 30 years of nursing. I was imagining എല്ലാ വർഷവും ഞാൻ എൻ്റെ ഇത് റിന്യൂ ചെയ്യുമ്പോൾ ദൈവമേ ഒരു വർഷം കൂടെ എക്സ്ട്രാ കാര്യം every year. 30. Yeah, 32 years now. I used to put 25 years, 30 years. But this year, I don't know, I just put 5 years. ഞാനങ്ങ് ചിലപ്പോൾ എൻ്റെ ഫെയ്ത്ത് ഉണ്ടായിരിക്കും ഞാൻ 5 വർഷം നോട്ടത്. I don't know. Let's see what happens. Okay. Every year I think about it. Okay. So thank you, Vanaji Jechi. You have clearly stated how this has been a perfect fit for you. Nammude flexibility, nammude personal development, and at the same time, Chechi parnu technologically very sound allayirunnu. But the support and the it's not just the training, but support, from a personal mentor and coach and a wide community that we have, okay, and our team, okay, we have an amazing team that we have. So I'm really proud of our team. It's not a competitive team. It's a very comforting team, I would say. നമ്മള് ജസ്റ്റ് നമ്മുടെ ഒരു ബിസിനസ് എന്നുള്ള ഒരു ഇത് മാത്രമല്ല. വി ഹാവ് ഗോൺ ത്രൂ ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി പോലെയാണ്. അപ്പൊ വെൻ ദർ ആർ പേഴ്സണൽ തിങ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പോലും വി കണക്ട് വിത്ത് ഈച്ച് അതർ വെരി ക്വിക്ലി ആൻഡ് വി പ്രേ ഫോർ ഈച്ച് അതർ. ഇപ്പൊ ഡോക്ടർ സൂസി ഒക്കെ when I was in the lowest moments of my life, when my dad was sick, my father-in-law was sick, she's called me, ഞങ്ങൾക്ക് എല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുകയും and she even prayed for me over the phone and said ഇങ്ങനെ ധൈര്യമായിട്ട് പോ. that feeling of family, especially നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ ആൻഡ് our siblings are away, നമുക്ക് ആരെങ്കിലും ഒന്ന് പൊട്ടി കരഞ്ഞാൽ മതി എന്ന് ഓർക്കുമ്പോൾ പോലും we have a shoulder to lean on. അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഫാമിലി നമുക്ക് ഒരു ഫീലിംഗ് ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമില്. It's so amazing, and thank you, Vanaji Chechi, for reinstating all those points. And of course, it is a perfect fit for busy professionals because we are not spending a lot of time. It's very flexible, and we have an automated system that runs for us, though we are doing things that we love to do. Okay, so Manila, over to you. What are some of the skills or systems that have helped you succeed in this business? And let me tell, Manila has very recently, last night, she achieved a big milestone in this business. So congratulations, Manila. So I think it is a perfect time for you to tell us, what the skills, the systems have been helpful for you. Thank you, Tracy. Thank you, everyone, for that warm wishes. Sorry, I got a bit of cold, so just my voice is a bit out of now. And also just finished the night shift and just woken up from the sleep as well. So not a great thing, but that's the beauty of our business. You can just do when and wherever you like, അപ്പം ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് ക്വിക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എൻ്റെ പേര് മനില. ഞാനിവിടെ അഡ്ലൈഡ് സൗത്ത് ഓസ്ട്രേലിയയിൽ നിയർലി 13-14 years ആയിട്ട് റിസൈഡ് ചെയ്യുന്നു. അതുപോലെ over 10 years ആയിട്ട് ഇവിടെ നഴ്സിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് പ്രൗഡ്ലി ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ടേക്ക് ദിസ് ബോൾഡ് ഡിസിഷൻ ടു ഡു ദാറ്റ്.
അപ്പോൾ ഈ അത് ഇന്ന് പ്രൈസി പറഞ്ഞതുപോലെ ഇന്നലെ നൈറ്റ് ലൈക്ക് ഡ്യൂറിങ് മൈ നൈറ്റ് ഷിഫ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ന്യൂസ് അറിഞ്ഞത്. ലൈക്ക് ഒരു മെയിൻ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത്, വൺ ഓഫ് ദ ടഫസ്റ്റ് മൈൽ സ്റ്റോൺ. സോ ലൈക്ക് അത് നമുക്ക് ആ ഒരു ഞാൻ കുറെ നേരം അതിന്റെ ഷോക്കിലായിരുന്നു. ലൈക്ക് ഈസ് ദാറ്റ് റിയൽ, ലൈക്ക് ഡിഡ് ഐ ഡു ഇറ്റ് എന്നുള്ളത്. അപ്പോൾ ലൈക്ക് it's so beautiful, and the wishes, like everybody on our team is like wishing me from all over. Just the phone just didn't stop actually. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണല്ലേ. ലൈക്ക് ഓരോരുത്തരെ വിഷ് ചെയ്യുന്നു, അത് നമ്മൾ അതിനൊരു റീസൺ നമ്മുടെ പേര് ഇങ്ങനെ ലൈക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാന്നൊക്കെ പറയുന്നത്, ലൈക്ക് എവ്രിബഡി ലവ് ടു ഹിയർ ദാറ്റ്. നമ്മളൊരു ജസ്റ്റ് ഒരു നോർമൽ ഡേ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് എ നോർമൽ ഡേ. ആരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. യു ആർ ജസ്റ്റ് നമ്പർ ഇൻ ദ വേൾഡ്, ദാറ്റ്സ് ഇറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവിടുന്ന് നമ്മളൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് യുവർ ഡിസിഷൻ ടു റീച്ച് ദെയർ. ഈ പ്രൈസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലൈക്ക് വാട്ട് ദ സ്കിൽ സെറ്റ് ആൻഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ് മീ, ഇതിൽ കുറെ ആൻസേഴ്സ് നമുക്ക് പറയാം. ലൈക്ക് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് വാട്ട് ബേസിസ് ആർ യു ലൈക്ക് barring your success. Like അത് നമ്മൾ ജസ്റ്റ് ഫിനാൻഷ്യൽ സക്സസ് മാത്രമാണോ നോക്കുന്നത്, അതോ ആസ് എ പേഴ്സൺ നമ്മളുടെ ഒരു ഡെവലപ്മെന്റ് ആണോ നമ്മൾ സക്സസ് നോക്കുന്നത് എന്നുള്ളത്. നേരത്തെ മനസ്സ് ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ലൈക്ക് ഓഫ് കോഴ്സ് ദർ ഈസ് ഫിനാൻഷ്യൽ ഗെയിൻ ദാറ്റ് ലൈക്ക് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ആൻഡ് ഐ എം റിയലി എൻജോയിങ് ഇറ്റ് ഓൺ ദ സൈഡ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ സക്സസിനെ വാല്യൂ ചെയ്യുന്നത് ഇപ്പം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നുള്ള എന്നെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഹാവ് ഗ്രോൺ quite a bit. Like ഒരിക്കൽ പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഫസ്റ്റ് ലൈക്ക് മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ ലൈക്ക് ഐ ക്യാൻ ഡു എ ബിസിനസ് എന്നുള്ളത് തന്നെ ഫസ്റ്റ് ഒരു സക്സസ് ആണ്. കാരണം ഈ ബിസിനസ് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ എന്റെ ചേഞ്ച് ചെയ്തു. ബിക്കോസ് ഞാൻ വിചാരിച്ചത് ഒരു ബിസിനസ് റൺ ചെയ്യാന്ന് പറയുന്നത് ഒന്നില്ലേ നമ്മൾക്ക് അതിന്റെ ഒരു ലെഗസി നമ്മളെ ക്യാരി ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് യു സ്റ്റഡി സം ബിസിനസ് തിങ്സ് ആൻഡ് യു ഡു ഓൺ ദാറ്റ്. ഈ ഒരു രണ്ട് കാറ്റഗറിയിലുള്ളവർക്ക് ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ ലൈക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ബിസിനസ് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ബിസിനസ് സൂട്ടബിൾ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ബട്ട് ഈ ബിസിനസ് അത് ടോട്ടലി ലൈക്ക് എന്താ പറയാ, അത് ഭയങ്കര ഒരു തെറ്റായ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നു. കാരണം ഈ ബിസിനസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, അത് മാത്രമല്ല അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാവുന്നതുമാണ്. അതാണ് അതിന്റെ ഒരു മെയിൻ തിങ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വന്നത് തന്നെ ഈ ഒരു ബിസിനസ്സിൽ കൂടെ മാത്രമാണ്. പിന്നെ അത് ആ ഒരു മൈൻഡ് സെറ്റ് ലൈക്ക് നോട്ട് ഓൺലി ദ ബിസിനസ്, ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എൻ്റെ ലൈഫിലും വന്നു. ലൈക്ക് നമ്മളൊരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഷിഫ്റ്റ് ഓഫ് മൈൻഡ് സെറ്റ്, അത് ലൈക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ അത് സ്റ്റിൽ അതൊന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്ത് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്. നോട്ട് എവറിത്തിങ് ലൈക്ക് യു സീ ഇറ്റ് നെഗറ്റീവ്ലി, യു ഗ്രോ ഫ്രം ഇറ്റ്, ഗ്രോ ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ബൂസ്റ്റ്. അതൊക്കെ നമുക്ക് ഈ ഒരു പാർട്ട് ഓഫ് ബിസിനസിന്റെ ട്രെയിനിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ലൈക്ക് അത് നമുക്ക് ബിസിനസ്സിന് മാത്രമല്ല ഗ്രോയിങ് ആസ് യുവർ സെൽഫ് ആസ് എ പേഴ്സൺ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം ലൈക്ക് എവറി ഡേ യു വേക്ക് അപ്പ് എക്സൈറ്റിംഗ്ലി, നമുക്ക് ഇന്ന് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ എന്താണ് എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം എഴുന്നേറ്റ് വരുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓ ഇന്ന് ജോലിക്ക് പോകണ്ടേ എന്നുള്ള ഒരു ഡിപ്രസീവ് മൂഡിലാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ ലൈക്ക് ബേസിക്കലി ആ ഒരു ലൈക്ക് നമ്മൾ ആദ്യം എഴുന്നേക്കുമ്പോൾ തന്നെ ലൈക്ക് താങ്ക് യു ഫോർ ദ ഡേ, ലൈക്ക് അലാം കിക്ക് ചെയ്തു, നമ്മൾ ലൈവായിട്ട് നമ്മൾ എണീറ്റു, അതിന് തന്നെ താങ്ക് യു പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത്. ലൈക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടായത് ഈ ഒരു ബിസിനസ്സിലെ കൂടെയാ. അപ്പം അതിനൊക്കെ ലൈക്ക് സോ താങ്ക്ഫുൾ. ലൈക്ക് ഈവൻ ലൈക്ക് ഡോക്ടർ സൂസി ആണെങ്കിലും റീസെന്റ് ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് മൈൻഡ് ഷിഫ്റ്റിനെ കുറിച്ച്. സോ അതൊക്കെ ഒരു ബിഗ് സക്സസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ when there is a problem, how to deal with that, like you sort your own solution first, and then there is always help available, but you take some accountability for yourself. അങ്ങനത്തെ സ്കിൽസ് ഒക്കെ നമ്മൾ ലേൺ ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിൽ കൂടെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ അത് എനിക്ക് ബിസിനസ്സിൽ മാത്രമല്ല, ഐ കുഡ് ഇംപ്ലിമെന്റ് ദാറ്റ് വൺ ഇൻ മൈ നഴ്സിംഗ് റോൾ ആസ് വെൽ. സോ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് വറി ടു ലൈക്ക് വി ഡോണ്ട് തിങ്ക്, just will help it. ആ ഒരു ഹെൽപ്പിംഗ് നേച്ചർ വന്നതാണെങ്കിലും ലൈക്ക് അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ
സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ലൈക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു അമേസിങ് ട്രെയിനിങ് സൈറ്റ് ഉണ്ട്. ഏത് സമയത്ത് നമ്മൾ എവിടെ സ്റ്റക്ക് ആയാലും നമുക്ക് തിരിഞ്ഞ് പോയി ലൈക്ക് അവിടെ എല്ലാം ലൈക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനകത്തുണ്ട്. യു ജസ്റ്റ് ലൈക്ക് ഗോ ഇൻ ആൻഡ് ജസ്റ്റ് സെർച്ച് ഇൻ ദെയർ. അവിടെ അതെന്ന് പറയുന്നത് ഒരു അമേസിങ് ട്രെയിനിങ് സൈറ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവിടെയുള്ള ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു ജേർണിയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. സോ യു ജസ്റ്റ് ലൈക്ക് ലേൺ ഫ്രം ഇറ്റ്. ആൻഡ് അതുപോലെ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ബാക്കിയുള്ളവരെയും കൂടി സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഹാൻഡിൽ ലെൻഡ് ഔട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. സോ യു ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് സോ ഈസി. നമ്മൾ പുറത്തൊന്നും ഒരാൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും ബാക്കി ഒരാളെ സക്സസ്ഫുൾ ആക്കാൻ they won't think about it. But ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വി ജസ്റ്റ് ഓൾ ഹെൽപ്പ് ഈച്ച് അതർ ടു ബി സക്സസ്ഫുൾ. അപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് അങ്ങനെയുള്ള ലീഡേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവുമ്പോൾ നമ്മളെയും ആ ഒരു കൾച്ചറിലോട്ട് അവർ കൊണ്ടുവരുന്നത്. ബിക്കോസ് യു ഹാവ് ടു ഡു ദ സെയിം ടു യുവർ പീപ്പിൾ, ലൈക്ക് ദ പീപ്പിൾ അറൌണ്ട് യു ആസ് വെൽ. അപ്പം നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ നമ്മളും അത് ഓക്കെ, നമുക്ക് എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാം നമ്മളെ കൊണ്ട് വിത്തിൻ ആർ ലിമിറ്റേഷൻസ്. പക്ഷെ അപ്പൊ നമ്മൾ ആ ഫോക്കസ് തന്നെ നമ്മുടെ ഷിഫ്റ്റ് ആവുക, ലൈക്ക് ഹെൽപ്പിംഗ് അതേഴ്സ്. ഈവൻ ലൈക്ക് നമ്മുടെ ബിസിനസ് ഗോൾ എന്ന് പറയുന്നത് തന്നെ അതാ, ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ് ആണിത്. ഇത് നമ്മൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല നമ്മൾ ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം, ഫോർ ദെയർ ലൈഫ് ടൈം. സോ അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജ് ആണ്. ലൈക്ക് നമ്മൾ ഒരു ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ദാറ്റ്സ് ജസ്റ്റ് ഫോർ വൺ മൊമെന്റിലേക്ക് നമ്മൾ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിലും യു ജസ്റ്റ് ലൈക്ക് സെർവ് ദം സം ഫുഡ് ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് ഫോർ ദെൻ ആൻഡ് ദെയർ ആൻഡ് ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. പീപ്പിൾ ജസ്റ്റ് forget about it. പക്ഷെ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ലെഗസി ആയിട്ട് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. സോ ലൈക്ക് പീപ്പിൾ ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ദെയർ ലൈഫ് ടൈം. അപ്പൊ അങ്ങനെ ഒരുപാട് ലൈക്ക് സ്കിൽ സെറ്റും സിസ്റ്റം ബെനിഫിറ്റ്സും ഒക്കെ ഉള്ള ഒരു ബിസിനസ് ആണ് ഇത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ബട്ട് വിത്തിൻ മൈ ലിമിറ്റേഷൻ ഓഫ് ദി ടൈം ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് ലൈക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡെഡിക്കേഷനും നമ്മളുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇതിന് ഫിനാൻഷ്യൽ ഗെയിൻ ഉള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ ജേർണി ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരാൾക്കും ഓരോരുത്തരുടെ ഇപ്പൊ എന്റെ ജേർണി ആണ് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ ടോട്ടൽ ഡെഡിക്കേഷൻ ഈസ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, നമ്മളുടെ കൺസിസ്റ്റൻസിയും എഫേർട്ടും ഇതെല്ലാം മാറ്റർ ആണ്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു പ്രൂവൺ സിസ്റ്റം ആണ്. ലൈക്ക് ഓൾ ഓവർ ദ വേൾഡ് ഓവർ 200,000 പീപ്പിൾ സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണല്ലോ അത്രയും ആൾക്കാർ അത് ഓൾ ഓവർ ദ വേൾഡ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തർക്കമില്ല. പക്ഷെ ഇതുപോലെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും, നേരത്തെ വരജ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊന്നും ഒരിക്കലും എന്റെ ലൈഫിൽ ഒരു ലൈവ് ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമുക്കൊരു ലൈവ് ചെയ്യാനും, അതുപോലെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് AI ആ. അപ്പൊ ഈ AI-നെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഇൻ എ ഗുഡ് വേ ഒക്കെ ഞാൻ ലേൺ ചെയ്തത് ഈ ബിസിനസ് എന്നാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ കോൺസ്റ്റന്റ്ലി ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ഗുഡ് പീപ്പിളിനെ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കപ്പോൾ ലൈക്ക് ഓരോ ദിവസവും there is a chance to learn and grow and improve. പക്ഷെ ഇതൊക്കെ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ we have to be open for it. അല്ലാതെ ഞാൻ മാറില്ല, എന്നെ മാറ്റാൻ നോക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പറ്റിയ ഒരു ബിസിനസ് അല്ല ഇത്. So you have to be open for it, and if you're willing to change, this is just the best platform to do it. I think I'll just contain it there. Over to you, Tracy. Thank you. മനില പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, വി ഓൾ ഹാവ് ഹേർഡ് അബൌട്ട് മാസ്ലോസ് ഹൈറാർക്കി അല്ലെ. നമുക്കൊരു സെൻസ് ഓഫ് അസിമുലേഷൻ, ലൈക്ക് വേർ വി റീച്ച്, ലൈക്ക് വേർ വി ഹാവ് അച്ചീവ് സംതിങ്, വി ഹാവ് എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്. അതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് അല്ലെ. വി ഹാവ് എ പ്രൈമറി നീഡ്സ്, സെക്കൻഡറി നീഡ്സ്, അതെല്ലാം ഉണ്ടെങ്കിലും ലൈക്ക് എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് ലൈക്ക് മെനി ഓഫ് us ആക്ച്വലി റിയലൈസ്ഡ് ആ പൊട്ടൻഷ്യൽസ് അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു GP ആയിട്ട് കണ്ടിന്യൂ ചെയ്തേനെ, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആയിട്ട് ബെഡ് സൈഡിൽ കിടന്ന് മരിച്ചേനെ, അത്രയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അത്ര ഒരു മീനിങ് ഫുൾ ലൈഫ് ഒന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദിസ് ഇസ് എ ബിസിനസ്, ആ നമ്മുടെ ആ ലെഗസി നമുക്ക് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും ഈ ബിസിനസ്. ലൈക്ക് വി കൻ ഈവൻ ഗിവ് ഇറ്റ് ടു, ലൈക്ക് നമ്മളൊക്കെ ജനറേഷണൽ വെൽത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. ലൈക്ക് what are we actually leaving to our kids? So
അങ്ങനെ ഒരു ലെഗസി നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ആസ് എ മദർ ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ലൈക്ക് യുനോ ലൈക്ക് ഐ ഫീൽ ലൈക്ക് എംപവേർഡ്. ലൈക്ക് യുനോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂടുതലും നമ്മളെല്ലാം ലേഡീസ് ആണ്. അപ്പം എസ്പെഷ്യലി ഫോർ വുമൻ ഐ ഫീൽ ലൈക്ക് യുനോ ദാറ്റ് ഇസ് എൻ എംപവർമെന്റ് അല്ലേ. നമുക്കതിന്റെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് അത് ആക്ച്വലി. സോ apart from financial benefits, like you know, everything that comes along with that, that gives us a sense of assimilation na njan vishwasikkune. Like you know, it is amazing. Ipo idakke nammal irunnu parnennu parnalum because we are experiencing it, that's why we are so passionately talking about this, right? Pakshe like I know there are people out there who are still fearful about, like you know, അതിപ്പം ഈ ബിസിനസ് തന്നെ ആകണമെന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞു പല മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഇത് തന്നെ. നമ്മൾ ഒരു ഇൻകം മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ബിസിനസ് ഇസ് വൺ ഓഫ് ദം. അവർ സാലറി ഇസ് അനദർ. ലൈക്ക് യു നോ വി ഹാവ് റിയൽ എസ്റ്റേറ്റ്, ഡിവിഡൻഡ് ഇൻകംസ്, ഓൾ ദോസ് തിങ്സ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഉണ്ട്. ബട്ട് എനിത്തിങ് ലൈക്ക് യു നോ ആൾക്കാർക്ക് പേടിയാണ്. ഓക്കെ, നമ്മൾ എങ്ങനെ ഇതിലോട്ട് ഒരു പുതിയ ഇതിലോട്ട് നമ്മൾ ടൈമും മണി എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വെർത്താണോ, ഇതൊക്കെ ഇങ്ങനെ പല പല പേടി. ആൾക്കാരെ എന്ത് വിചാരിക്കും, അതാണ് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഇതെന്ന് പറയുന്നത്. ആൾക്കാർ എന്ത് പറയും, ഓക്കെ, എന്ത് ആൾക്കാരെ എന്നെ കുറിച്ച്, അതും ഞാനൊരു സ്ത്രീ ഒരു ബിസിനസ് ചെയ്യേ, എന്തായിരിക്കും ആൾക്കാർ പറയുന്നത്, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ അവർക്കുണ്ടാകും അല്ലെ. അപ്പൊ നമ്മളെല്ലാം ഇത് ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ഡോക്ടർ സൂസി, how do you know, what message can you give people, like you know, how do we overcome this fear and of risk and failure? Because you have taken lot more risk than all of us, I feel, like you know, not just business, other investments as well, like even crypto. So you know, so I think you're the best person to explain that. ഓക്കെ, താങ്ക് യു പ്രേസി. എനിക്കിതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ സ്റ്റോറി പറഞ്ഞ മാതിരി എനിക്കൊരു വലിയ വൈ ഉണ്ടായിരുന്നു. എന്റെ മോള്, എന്റെ ലൈക്ക് നമുക്ക് ലൈക്ക് എന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ യുനോ എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോ ത്രെഷോൾഡ് ഉണ്ട്. ചിലവർ എന്ന് പറഞ്ഞ ഒരു ജോബ് ലോസ്, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. കോവിഡ് ആയിരുന്നു ഒരു റീസൺ, അവർക്കൊരു ജോബ് ലോസ് വന്നു. ആ ജോബ് ലോസ് വന്നപ്പോൾ ദാറ്റ് ഡിഡ്ന്റ് ആക്ച്വലി പുഷ് മീ. അത് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് പുഷ് മീ. പിന്നെ എനിക്ക് വന്നെന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി എൻ്റെ പ്രൊഫഷനായിട്ട് ഒത്തിരി പേര് മരിച്ചുപോയി. സോ ഇറ്റ് മെന്റലി എഫക്റ്റഡ് മീ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള സാഹചര്യം. ബട്ട് അഗൈൻ it was cumulative, but it wasn't that what pushed me. പക്ഷെ സ്വന്തം മോക്ക് സ്ട്രഗിൾ ചെയ്യുന്നു പറഞ്ഞപ്പം ഞാൻ ഓർത്തു, നമ്മളെ അതല്ലേ നമ്മുടെ പ്രശ്നം. ലൈക്ക് നമ്മള് ഡോക്ടേഴ്സും നഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കി എല്ലാവരുടെ കാര്യമായിരിക്കും ആദ്യം വെക്കുന്നത്. ആൻഡ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് നോക്കുന്നത്. ആൻഡ് what I'm trying to say is not you should be selfless. You have to help ചെയ്യണം ആൾക്കാരെ. പക്ഷെ നമ്മൾ നമ്മുടെ ഹെൽത്തും നമ്മുടെ ഫാമിലി ലൈഫും എല്ലാം ഒരു ഡെട്രിമെന്റൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞവരെ നമ്മൾ അത് ചെയ്യും. ലൈക്ക് ഇപ്പൊ പ്രേസി പറയുന്ന ഒരു ബെഡ് സൈഡിൽ ചാകുന്ന വരെ നഴ്സിംഗ് ചെയ്യും. യുനോ, ആൻഡ് ദാറ്റ്സ് ട്രൂത്ത്. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ലൈക്ക് യുനോ നഴ്സിംഗ് ഒക്കെ റിട്ടയർ ചെയ്ത്. എനിക്ക് എന്റെ GP പ്രാക്ടീസിൽ ഒരു GP ഉണ്ട്. ഹീസ് 70+. He's retired, he's getting his pension. He's still coming back to work as a GP. എന്തുവാ അതൊരു GP ആയിട്ട് തിരിച്ചു വരുന്നത്? ബിക്കോസ് ഹിസ് പെൻഷൻ ഇസ് നോട്ട് ഇനഫ്. ചിലപ്പോൾ ജസ്റ്റ് അബൌട്ട് കാര്യങ്ങൾ. ആൻഡ് ദാറ്റ്സ് സ്കേറി അല്ലേ? അത് ഭയങ്കര സ്കേറി. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോ ഞാൻ ഓർത്തു, ഈ റിട്ടയർ ആയവരുടെ കൊച്ചുമക്കളുടെ കൂടെ കളിക്കാനുള്ള സമയത്ത് വന്ന് എന്തിനാ GP ആയിട്ട് ജോലി ചെയ്യുന്നത്? ആൻഡ് അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു യുനോ അതൊരു വേക്കപ്പ് കോൾ ആയിരുന്നു എനിക്ക് എന്റെ മോളും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നപ്പം ഇത്. അപ്പൊ എന്റെ വൈ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പം വെൻ യുവർ വൈ ഈസ് വെരി സ്ട്രോങ്, ഈ യുനോ ദ ഫിയർ ഗോസ് അവേ, യുനോ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. അപ്പം അതായിരുന്നു എനിക്ക് നമ്പർ 1 കാര്യം. പിന്നെ ഓഫ് കോഴ്സ് ഈ മൈൻഡ് സെറ്റ് പതുക്കെ ഞാൻ പല ഈ ബിസിനസ് വരുന്നതിന് മുമ്പ് ഞാൻ പല ബിസിനസ്സും പല മെന്റർഷിപ്പ് കോഴ്സസ് ഒക്കെ ചെയ്തു. എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ഞാൻ I spent thousands of pounds, and I'm not ashamed to say that on my personal development, because എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഹൗ ടു ബിക്കം ഗുഡ് എംപ്ലോയീസ്, അതേ ഉള്ളൂ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ നമ്മൾ മോസ്റ്റ് പീപ്പിൾ പറയും, എനിക്ക് അറിയത്തില്ല ബിസിനസ് ചെയ്യാൻ, എനിക്കിത് ചെയ്യാൻ ഒക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മീൻസ് ബിക്കോസ് ദാറ്റ് ഇസ് ദ സിസ്റ്റം. ഇപ്പൊ എന്റെ പപ്പയോട് ഞാനൊരു ഡിസ്കഷൻ പറയുക, ഐ സെഡ് അവർ സിസ്റ്റം ഇസ് കംപ്ലീറ്റ്ലി റിഗ്ഡ്.
It is completely rigged. Adu nammal you have to objectively take yourself out and നോക്ക് കാണുക. അപ്പം ദ തിങ് ഇസ്, നമുക്ക് ഞാനൊരു GP ആയിട്ട് വർക്ക് ചെയ്യുവാണ്, എനിക്കൊരു പ്രൈസ് ടാഗ് ഉണ്ട്. ഞാൻ വേറെ ഒരാൾക്ക് എൻ്റെ ബോസിന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രൈസ് ടാഗ് ഉണ്ട്. ഞാൻ എത്ര ചത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ലൈക്ക് I only get paid for 8 hours, but I have stayed up to 12 hours ഫ്രീ. 4 hours ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഓർക്കും പേഷ്യൻസും അതും ഇതും ഒക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യും, ആൻഡ് യു ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് മണി. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. Depending on your effort, the time and the money that you spend, you will have your rewards. അതാ വ്യത്യാസം. ആ മൈൻഡ് ഷിഫ്റ്റ് ഒക്കെ വന്നു. അതൊക്കെ നമ്മൾ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട്, ഇപ്പൊ നമ്മുടെ പേജസിലൊക്കെ ഐ എം ഷുവർ ഓഫ് യു ആർ സീയിങ് us all the time. അപ്പൊ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് അതാ ഞാൻ ചെയ്തത്. ബിക്കോസ് നമുക്ക് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആക്കാൻ ആദ്യം വേണ്ടിയത് ജസ്റ്റ് ബി ഓപ്പൺ മൈൻഡഡ്. നമ്മൾ പറയുന്നത് ഫുൾ ഗോസ്പിൾ ആയിട്ട് എടുക്കാനല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് യൂസ് യുവർ റാഷണൽ മൈൻഡ്. നമ്മൾ പറഞ്ഞതിൽ ഇച്ചിരി വല്ല സത്യമുണ്ടോ? just use your mind. Use your mind and be an open thing. And it's like ഞാൻ ഒരു വർഷം വരെ മുമ്പ് ഞാൻ ഈ വിഷൻ ബോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒത്തിരി പേര് പറയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, വാട്ട് ഇസ് ദിസ് ഫോക്കസ് ആയിട്ട്? അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ മെന്ററോട് വരെ ഞാൻ പറഞ്ഞു, വാട്ട്, ഇറ്റ് സൗണ്ട്സ് സോ ഫോക്കസ്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ബിക്കോസ് ഐ കെപ്റ്റ് എ വെരി ക്ലോസ് മൈൻഡ്. പിന്നെ ഞാൻ ബാക്കി എല്ലാവരും ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് കണ്ടപ്പം ഐ സ്റ്റാർട്ടഡ് ഓപ്പണിംഗ് അപ്പ് മൈ മൈൻഡ്. ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സോ ആ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഇറ്റ്സ് ആക്ച്വലി എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. വൈ am I not using it? അപ്പൊ and I was thinking, ഈ ലാസ്റ്റ് 6-7 months എന്റെ സക്സസ് ഹാസ് എക്സ്പെനൻഷ്യലി, the business has exponentially grown because I opened my mind to something which I've closed. അപ്പൊ നമുക്കൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് വേണം. ബട്ട് ഡോണ്ട് ബി ഗളബിൾ, because you have to do your research. എന്നാ ചെയ്താലും ഏത് ബിസിനസ് മോഡൽ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ ഡോണ്ട് ബി ഗളബിൾ. നിങ്ങളുടെ റിസർച്ച് ചെയ്യണം. ആൻഡ് I expect you to do that. Check the business model out. Check it out. എന്തിനാ എന്നൊക്കെയാ ഗ്യാരണ്ടീസ് ഇതൊരു ആക്ച്വൽ ബിസിനസ് ആ സ്കാം അല്ലാത്തത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് 43 ലൊക്കേഷൻസിലുണ്ട് വേൾഡിൽ. യു ക്യാൻ ഗോ ഫിസിക്കലി ആൻഡ് വിസിറ്റ് ദോസ് ലൊക്കേഷൻസ്. പിന്നെ ഒരു ഓർഗനൈസേഷൻ ഒക്കെ വരുമ്പോ ഇല്ലേ, എൻ്റെ ഒരു ജോലി, I have 2 jobs. One as a management, I manage GPs, and the other one I work as a hands-on GP. അപ്പം ഞാൻ എൻ്റെ GPsനെ ഞാൻ മാനേജ് ചെയ്യുമ്പം ഞാൻ അവരുടെ എങ്ങനെയാ, ലൈക്ക് if there's any kind of complaints and all, I'll be their line manager, so I have to handle complaints. അപ്പം ഇങ്ങനെയുള്ള ഓഫീസസിൽ പല ഇമെയിലുണ്ട്. സെയിൽസ് ഇമെയിൽ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കംപ്ലൈൻസ് ഉണ്ട്, റീഫണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്. And usually in crypto അങ്ങനെയുള്ള കാര്യങ്ങളിൽ there's nothing like that. You just close your eyes and you do all these things and ചുമ്മാ ചാടി കയറുക. ഞാൻ ഇതൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്സ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡെസ്പറേഷനിലാണ്. ഞാൻ അപ്പൊ ഈ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കിയെന്ന് എൻ്റെ ആ ഡെസ്പറേറ്റ് മൊമെന്റിൽ പക്ഷെ ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ എം നോട്ട് തിങ്കിങ് ദം ആസ് മിസ്റ്റേക്സ്. ദേ വർ ഓൾ ലെസൺസ് ലേൺ. അപ്പൊ ആ മൈൻഡ് സെറ്റ് ചേഞ്ച്. Even Thomas Edison, when someone asked, you tried 1,000 times to make the light bulb. He said and you failed. No, I didn't fail 1,000 times. I just found 1,000 times ways of not doing it. അപ്പൊ ഫോർ മീ, എന്റെ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ ഇത് മുഴുവൻ ചെയ്തത്, ഈ കാശൊക്കെ ചെലവാക്കിയത് ഫോർ മൈ മൈൻഡ് ഷിഫ്റ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നൗ ഹെൽപ് മീ ഫോർ ഞാൻ എൻ്റെ ജേർണി 4 years ആയി. അപ്പൊ ഈ 4 years down the line, it's amazingly helped me. And അപ്പം നമ്മൾ കാശ് ചെലവാക്കുന്നതെന്ന് പറഞ്ഞാൽ you're investing in your own self basically, and that's what you get in our business model. When you invest for yourself, you're not just getting a business where you're going to be successfully earning 5 figures. That is all, once you change your mind, you will get there. നമ്മുടെ ഒരു ഈത്തോസ് ഉണ്ട്, നമ്മുടെ ഫൗണ്ടേഴ്സ് പറയുന്നത്, follow the mission and the commission follows. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് ഹെൽപ്പിംഗ് പീപ്പിൾ, ഷെയറിങ് ദിസ് ഗുഡ് ന്യൂസ് ടു പീപ്പിൾ, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ ഫോളോസ്. പിന്നെ ഈ ബിസിനസ്സിൽ ഇറ്റ്സ് ലൈക്ക് എല്ലാരും പറഞ്ഞ മാതിരി
ഒരു ലൈക്ക് ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. വൈ ആർ വി സക്സസ്ഫുൾ? നമ്മൾ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ബാക്കപ്പ് ഉണ്ട്. ബിക്കോസ് ഞാൻ പല ബിസിനസ് മോഡൽ ചെയ്തുകൊണ്ട് എനിക്കറിയാം, സാധാരണ ഒരു ബിസിനസ് മോഡലിലൊക്കെ എന്ന് പറഞ്ഞാൽ യു പേ മണി, ഒരു 3 months അവർ ഒരു മെന്റർഷിപ്പ് കിട്ടും, അല്ലെ ഒരു 1 year ഒരു മെന്റർഷിപ്പ് കിട്ടും. നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ലൈഫ് ടൈം മെന്റർഷിപ്പ് ആൻഡ് കോച്ചിങ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുവർ ഡയറക്റ്റ് കോച്ച്. നിങ്ങൾക്ക് ആർക്ക് വേണേലും നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആർക്ക് വേണേലും ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു കോൺടാക്ട് മീ ത്രൂ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഐ ഹാവ് കോൺടാക്റ്റഡ് അവർ ഫൗണ്ടേഴ്സ്. എനിക്കൊരു സംശയം വന്നപ്പോൾ no one was giving a proper answer, and they are so humble. And we are talking about people who are earning multiple millions, and they are so humble. Like for me, when I looked at that, is I'm a nobody compared to that. അപ്പൊ അവർക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ it's like that fear will go. So, and you have an opportunity for 30 days to explore all this, to ask your questions. Adu kayinittu you make a decision. So that itself, like, should take your all that fear away. And we are all professionals. നമുക്ക് പിൻ നമ്പേഴ്സും രജിസ്ട്രേഷൻ, എനിക്കൊക്കെ GMC രജിസ്ട്രേഷൻ ഉണ്ട്. എല്ലാവരും എന്നെ റിപ്പോർട്ട് ചെയ്താൽ ഐ വിൽ ലൂസ് മൈ രജിസ്ട്രേഷൻ. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഡോക്ടർ, ആൻഡ് I had to go into management, and I'm not ashamed to say that. Like, I'm a woman of color. And so you have all those boundaries. At least ningal nurses are, no disrespect, ningal illa kudal pennangala, so you becoming manager level is probably not that shocking. But imagine in namla doctors, okay, you're competing with men. And I'm not white, I'm a colored lady. From a different place, and when you have to reach that level, you fight so much to get there. Appa adu muran, I don't want to throw it into the bin by doing something dodgy or scammy or anything like that. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ്, ദാറ്റ് ഇസ് ദ റീസൺ. നിങ്ങൾക്ക് നമ്മൾ ഇവിടെ വന്ന് നമ്മളെ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരാൻ വേണ്ടിയാ, സോ ദാറ്റ് സംബഡി വിൽ ബി ഹെൽപ്ഡ്, അല്ലേ? ആൻഡ് വി ആർ ഓൾ ദീസ് ബ്യൂട്ടിഫുൾ വിമൻ, you must be watching us from our different pages. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിനെ ബിസിനസിനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ലൈക്ക് anyone, wherever you're watching, നമ്മുടെ ഇതുണ്ട്, പേജ് ഉണ്ട്, നമ്മുടെ ഇമെയിൽ ഒക്കെ, വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. just get in touch with us and explore the opportunity. അത് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നുള്ളൂ. We are not saying come join us. No, because is this business for everyone? No, it's not. But you have to find out. പക്ഷെ ഒരു ക്ലോസ്ഡ് മൈൻഡ് വെച്ച് നമ്മളെ കണ്ട ഉടനെ നിങ്ങൾ സ്കാമേഴ്സാ. എൻ്റെ ഒരു ആഡ് ഇപ്പൊ നോക്കി, ലൈക്ക് ഞാൻ വീട്ടിലായിരുന്നു ആഡ് എടുത്തത്, അപ്പം പറഞ്ഞു ഒരു കമന്റ് എൻ്റെ ആഡിന്റെ താഴെ, നിങ്ങൾ ശരിക്കും ഡോക്ടർ ആണോ എന്ന് എന്നാ പ്രൂഫ്? nurses soleo. I had to actually ask ChatGPT what that meant. So I'm like, my Malayalam vocabulary is improved so much. What is sola? Doctors and you don't be that narrow-minded. Yeah, don't be that narrow-minded. And for me, what I tell is, search me on all social media platforms. Come and look at me and look at who I work with in LinkedIn. Professional. So just don't put some nonsense without testing. So because at the end of the day, you will look stupid, and we don't want you to look stupid at the same time. So do your due diligence and just check it out, really. Thank you, Dr. Susie. You wrapped it so well, and that was so funny. Anyway, so I'm not taking much longer. So she's actually said a great point. Like, if your why is so strong, okay, like നമുക്ക് really നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വേണം നമുക്ക് ആഗ്രഹിച്ചാൽ, like nothing can actually stop us. So just come and explore it, okay? And you don't like ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞു how our mindset has shifted, our perspectives have shifted from, like ഞങ്ങളെല്ലാം പഠിച്ചു വന്നവരാണ്. ഓക്കെ, നമുക്കെല്ലാം പെട്ടെന്ന് ഇൻസ്റ്റന്റ് അച്ചീവ്മെന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. ലൈക്ക് ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ലൈക്ക് not really failures അധികം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സോ ഇറ്റ് വാസ് എ ബിറ്റ് ചാലഞ്ചിങ്. ഒരു പേഷ്യന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് വാസ് ഔട്ട് ഓഫ് മൈ വിഷൻ അറ്റ് ഓൾ. ഓക്കെ, അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു എനിക്ക്. അപ്പം
ആ ഒരു മൈൻഡ് സെറ്റിലോട്ടൊക്കെ വന്ന് ആ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഇത് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട്, യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അലോൺ. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. യു ആർ സറൗണ്ടഡ് ബൈ ദ റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. യുനോ നമ്മുടെ ആ ടീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ മെന്റർഷിപ്പും ആ നമ്മുടെ ഷെയർഡ് എക്സ്പീരിയൻസസ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ആൻഡ് ഇഫ് വി can all sitting here do this business, like, you know, it's not, I'm not saying it's an easy business, but it's a simple business. Okay, like, you know, if you put your consistency into it, if you any business is like that, any investment is like that, you have to put your dedication and your consistency, and that is the beauty of this business. So I'm not taking too long. I think Dr. Susie has explained it, wrapped it up so well. Thank you all for joining this session. Thank you, Ramya. Thank you, Varajechi, Manila, and Dr. Susie. Hope you all enjoy the rest of your day, and all our viewers, thank you for joining us live, and also if you're watching the replay, please connect with us, and bye bye for now. Bye-bye. Bye. Bye.